എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ആരെയും കൂടെ തമിഴ്നാട്ടിലേക്കാണ് ഈ പോകുന്നത്. രാവിലെ തന്നെ നമ്മൾ പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ടു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സുന്ദരപാണ്ഡ്യപുരത്ത് ഇപ്പോൾ മറ്റേ സൂര്യകാന്തി പൂത്തിട്ടുണ്ടല്ലോ, അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പുനലൂരിൽ നിന്നും തെങ്കാശി വരെ 78 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ബസ് കൂലി വരുന്നത്. ആദ്യമേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് 2 വീലറിൽ പോകാമെന്നായിരുന്നു. അടുത്ത ഈ ഒരു മഴയും ചൂടും എല്ലാം അങ്ങനത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെയാണ് ബസ്സിൽ പോയത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇവിടെ നിന്നും തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല ക്ലൈമറ്റും കൂടെ ആയിരുന്നു രാവിലെ. വലിയ രീതിയിലുള്ള മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക്. കഴിഞ്ഞ വർഷവും ഇതുപോലെ സുന്ദരപാണ്ഡ്യപുരത്ത് പോകണം എന്ന് വിചാരിച്ചെങ്കിലും അത് നടന്നില്ല. അതുകൊണ്ടാണ് ഇത്തവണ ഉറപ്പായിട്ടും പോയത്. ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ പലയിടങ്ങളിലും കുറേ കാണാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് ബസ്സിൽ പോയാൽ നടക്കത്തില്ല. അല്ലാതെ 2 വീലറിലോ 4 വീലറിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും കണ്ടും കയറിയും ഒക്കെ പോകാൻ പറ്റും കേട്ടോ. ഞങ്ങൾക്ക് പുനലൂരിൽ നിന്നും തെങ്കാശി വരെ ഏകദേശം 65 കിലോമീറ്ററിൽ പുറത്താണ് ഉള്ളത്. രാവിലെ ട്രെയിൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ട്രെയിനിലേ പോത്തുള്ളായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ രാവിലെ ട്രെയിനൊന്നും അവൈലബിൾ അല്ല. ഈ ഒരു യാത്രയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. നല്ല അടിപൊളിയായിട്ടൊരു ദിവസമായിരുന്നു. ബോർഡറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള വ്യൂ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ. രാവിലത്തെ ബസ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബസ്സിലും തിരക്കില്ലായിരുന്നു. അല്ലെങ്കിലും ബസ്സിൽ പോകുമ്പോൾ ഉള്ള ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീല് തന്നെയാണ്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ പലർക്കും വോമിറ്റിംഗ് ടെൻഡൻസി ഇത്രയും ലോങ് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് മുട്ടായിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എവിടെ ലോങ് പോയാലും എൻ്റെ ബാഗിൽ മുട്ടായി ഞാൻ സ്റ്റോക്ക് ആക്കി വെച്ച്. സാധാരണ ബസ്സിൽ കയറി അന്നേരം ഞാൻ ഉറങ്ങുന്നതാണ്. പക്ഷെ ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. പുളിയറ എത്തിയപ്പോഴത്തേക്കും വണ്ടി ഇവിടെ ഒതുക്കിയിട്ടോ. കാപ്പിയും ചായയൊക്കെ കുടിക്കാൻ വേണ്ടി എല്ലാവരും ഇറങ്ങി. നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ വെളിയിലൊക്കെ ഇറങ്ങി ചുമ്മാ നോക്കി. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് തമിഴാണ്. ഞങ്ങൾക്ക് 2 പേർക്കും തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ സ്ഥലം എവിടാന്നോ എന്താണെന്നോ ഒക്കെ ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. എവിടെയെങ്കിലും ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഞങ്ങളിത് നോക്കുമായിരുന്നു. ചില ഷോപ്പുകളുടെ ബോർഡിലൊക്കെ അവർ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അങ്ങനെ നോക്കി നമ്മളങ്ങനെ തെങ്കാശി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾക്ക് 10:15 ബസ്. പക്ഷെ അത് ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല. അവിടെ നിന്ന് ചോദിച്ചാണ് മനസ്സിലാക്കിയത്. ഇവിടെ വന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെ ഇവരെല്ലാം സൂക്ഷിച്ച് നോക്കുമായിരുന്നു. ഗൈസ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്തു. ഞങ്ങളതാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും മലയാളികളാണെന്നുമല്ലോ. ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് ഒരാളോട് പിന്നെ പറഞ്ഞു സുന്ദരപാണ്ഡ്യപുരത്ത് പോകുന്ന ബസ് വരുമ്പോൾ പറയണേന്ന്. അങ്ങനെ ആ പുള്ളി പറഞ്ഞ് ഞങ്ങൾ നേരെ കയറിയിരുന്നു കേട്ടോ. ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തപ്പോഴാണ് ടിക്കറ്റ് നമുക്കില്ല, ലേഡീസിന് ടിക്കറ്റ് ഇല്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത നമ്മൾ അറിഞ്ഞത്. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ കൂടുതലും ഇവിടെ കൊച്ചുള്ളി കൃഷി ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. കൂടുതലും ഞാൻ കണ്ടത് അതാണ്. ഇന്ന് നോർമലി ഉള്ളതുപോലെ കൂടുതലായും അതാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഉള്ളിയുടെ കൃഷി കാണുന്നത്. ബസ്സിൽ കയറിയപ്പോൾ തന്നെ കണ്ടക്ടറോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാത്ത സ്ഥലമല്ലേ, അതുകൊണ്ട് സുന്ദരപാണ്ഡ്യപുരം എത്തുമ്പോൾ പറയണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പുള്ളി നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി. വേറെ മലയാളികൾ ഉണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 1/2 കിലോമീറ്റർ അത്രയും പോലും ഇല്ലെന്ന് തോന്നുന്നത്, അത്രയും നടക്കണമായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നേരെ ഇവിടെ തത്തയും കൊണ്ട് കൈനോട്ടക്കാരൻ വന്ന് അങ്ങനെ സംസാരിച്ച് ഞങ്ങളുടെ സമയം പോയി. പിന്നെ നമ്മൾ നേരെ ഇതിനകത്ത് കയറിയിരുന്ന് കാണുമായിരുന്നു. പക്ഷേ സീസൺ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇവിടെതായി നിൽക്കുന്നവരൊക്കെ മലയാളികളാണ് കേട്ടോ. എല്ലാവരും ദൂരെ നിന്നൊക്കെ വന്ന് കാണാൻ വന്നതാണ്. ഞങ്ങൾ പോയടുത്ത് ഒരുപാട് പൂവില്ലായിരുന്നു. പിന്നെ ഉള്ളിടത്തൊക്കെയാണ് നമ്മൾ നിന്നത്. സീസൺ കഴിഞ്ഞതുകൊണ്ടാവാം ഇനി ഓണം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൂക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കാണുന്നതൊക്കെ പച്ചമുളകും ചോളവും ഉള്ളിയൊക്കെയാണ് കേട്ടോ. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഇതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. കുറേ ഉണ്ട്. ഈ നേരം സൂര്യകാന്തിയുടെ ഒക്കെ എടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളിത് കുറച്ചിങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചൂടടിച്ചു തുടങ്ങി കേട്ടോ. നല്ല രീതിയിൽ ഞങ്ങളൊക്കെ വിയർത്ത് തുടങ്ങി. ചൂട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് നല്ല രീതിയിലായിട്ടോ. ഞങ്ങൾക്ക് ദാഹിക്കുകയും വിശക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കണ്ട ലേസൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറി. ഞങ്ങൾ എപ്പോൾ തെങ്കാശിയിൽ പോയാലും അവിടുന്ന് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പുനലൂരിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറിയിട്ടോ. ഫുഡ് ഞങ്ങൾ പുനലൂർ ചെന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.